നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീട് പണി നടക്കുകയാണ്, ഇതാ നിങ്ങളുടെ വക ഒരു പാത്രം, ഒരു ഡിന്നർ സെറ്റ് അല്ലെ, ഒരു ക്ലോക്ക്, ഒരു സ്പൂൺ, എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ അല്ലെ കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കയറി കൊണ്ടുപോയി കൊടുക്കുക. ആയിക്കോട്ടെ, അവനവന്റെ ആപതും തോഫീക്കൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യുന്നതെങ്കിൽ പൈസ പോയി. ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ കിട്ടി, നിങ്ങളെ പൈസ പോയി. നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ, എന്തെങ്കിലും വലിയ ചെലവുള്ള സമയമല്ലേ, അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ. എന്താ അവിടെ കുറവുള്ളത്? ഓരോ സാധനങ്ങൾ ചോദിക്കുന്നതിന് അത് ഞാൻ വാങ്ങിച്ചു തരാം. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്മനസ് തോന്നിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. നിങ്ങളത് ചെയ്യുമ്പോ നാളെ എന്റെ മകന്റെ വീട് പണി നടക്കുമ്പോ പടച്ചോനെ ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നിയ്യത്തോട് കൊടുത്താൽ തീർന്നു. അതൊന്നും ചെയ്യണ്ട. പറ്റൂലേ? ചെയ്യാതിരുന്ന പോരെ. നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലും സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്നത്? ചെറിയ കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം, 2 ഗ്രാം 3 ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നിയ്യത്ത് പെണ്ണെ എഴുതിച്ചോ കൊടുത്തിട്ട് നമ്മള് എന്തിന്? അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ? ഇല്ലേ, ആ കുടുംബം തന്നെ തെറ്റും. എന്തേ ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്.